ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് അപ്രതീക്ഷിത രാജി നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ ദേശീയ രാഷ്ട്രീയത്തെ ഞെട്ടിച്ചത്. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലെ അവസ്ഥ? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമേ ഇപ്പോൾ കമ്മീഷനിലുള്ളൂ. മറ്റൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അനൂപ് ചന്ദ്ര പാണ്ഡെ ഫെബ്രുവരിയിലാണ് കാലാവധി പൂർത്തിയാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 2 ഒഴിവുകൾ നികത്താനൊരുങ്ങുകയാണ് മോദി സർക്കാർ. ഗോയലിന്റെ പെട്ടെന്നുള്ള രാജിയുടെ കാരണമെന്താണ്? BJP ഭരണത്തിന് കീഴിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനങ്ങൾ നിയന്ത്രിക്കുവാൻ കേന്ദ്ര സർക്കാരിനെ അനുവദിക്കുന്ന നിയമം ഡിസംബറിലാണ് പാർലമെന്റ് പാസാക്കിയത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അരുൺ ഗോയലിന്റെ അപ്രതീക്ഷിത രാജിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആക്ഷേപം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിനായി മാർച്ച് 14-നോ 15-നോ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർണായക യോഗം ചേരുകയാണ്. ഡിസംബറിൽ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ് മോദിയുടെ നേതൃത്വത്തിൽ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. സെലക്ഷൻ കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അടുത്ത അംഗം പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്. സമിതിയിൽ ഉൾപ്പെടുന്ന ക്യാബിനറ്റ് മന്ത്രിയുടെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അടുത്തത് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ കക്ഷിയുടെ പ്രതിനിധിയോ ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്ന തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ സമിതിയിലെ ഭൂരിപക്ഷമാണ് നോക്കുക. പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ മന്ത്രിയും കൂടിയാകുമ്പോൾ 2-1 ഭൂരിപക്ഷം ലഭിക്കും. അതാണ് സമിതിയുടെ ഘടന. അതായത് പ്രതിപക്ഷ നേതാവ് അധിർ രഞ്ജൻ ചൗധരിക്ക് നിയമനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ ഇഷ്ടമേ നടപ്പാവുകയുള്ളൂ എന്ന് സാരം. പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന ഉന്നത അധികാര സമിതി ആയിരിക്കണം ഇനി മുതൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കേണ്ടതെന്ന് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരുന്നു. വിഷയത്തിൽ പാർലമെന്റ് നിയമം പാസാക്കുന്നതുവരെയാണ് സുപ്രീം കോടതി ഉത്തരവിൽ നിർദ്ദേശിച്ച രീതി പിന്തുടരേണ്ടത്. പാർലമെന്റ് നിയമം പാസാക്കിയതോടെ ഇനി കേന്ദ്ര സർക്കാർ വിചാരിക്കുന്ന ആളുകൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഈ വിധിക്ക് മുമ്പ് കമ്മീഷനിലേക്കുള്ള നിയമനങ്ങൾ കേന്ദ്രത്തിന്റെ സ്വന്തം വിവേചന അധികാരത്തിലാണ് നടന്നിരുന്നത്. എന്നാൽ പാർലമെന്റ് പുതിയ നിയമം പാസാക്കിയതോടെ സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ മാറ്റുകയും ഒരു ക്യാബിനറ്റ് മന്ത്രിയെ കയറ്റുകയുമായിരുന്നു. പുറത്തുപോകുന്നതിന് 1 ദിവസം മുമ്പ് വരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന യോഗങ്ങളിൽ ഉൾപ്പെടെ ഗോയൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത രാജി രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചു. പശ്ചിമബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാൻ നടത്തിയ സന്ദർശനത്തിന് പിന്നാലെയായിരുന്നു അരുൺ ഗോയലിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങൾ. വ്യക്തിപരമായ കാരണത്താലാണ് രാജിയെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. എന്നാൽ മറ്റെന്തൊക്കെയോ അകത്ത് പുകയുന്നുണ്ടെന്ന് എല്ലാവർക്കും നന്നായി അറിയാം. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സമ്മർദ്ദത്തെയും അഭിപ്രായ ഭിന്നതകളെയും തുടർന്നാണ് രാജി എന്ന തരത്തിൽ പ്രതിപക്ഷം പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും ഗോയലും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് രാജിയിൽ കലാശിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗാൾ പര്യടനത്തിന് പിന്നാലെയായിരുന്നു ഇരുവരും തമ്മിലുള്ള പിണക്കം മറനീക്കി പുറത്തുവന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 5-ന് കൊൽക്കത്തയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗോയൽ പങ്കെടുത്തിരുന്നില്ല. രാജീവ് കുമാർ ഒറ്റയ്ക്കായിരുന്നു അന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടത്. അരുൺ ഗോയലിന്റെ രാജിക്ക് കാരണം ശിവസേനയ്ക്ക് പാർട്ടി പേരും ചിഹ്നവും അനുവദിച്ചതിലെ തർക്കമാണെന്നാണ് സൂചന. പാർട്ടി പേരും ചിഹ്നവും അനുവദിച്ചതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ അരുൺ ഗോയലിന് ഭിന്നതയുണ്ടായിരുന്നു. നിയമസഭാ കക്ഷി ഭൂരിപക്ഷത്തിനൊപ്പം സംഘടനാപരമായ ഭൂരിപക്ഷവും പരിശോധിക്കപ്പെടണമെന്നായിരുന്നു അരുൺ ഗോയലിന്റെ നിലപാട്. എന്നാൽ നിയമസഭാ കക്ഷി ഭൂരിപക്ഷം മാത്രമാണ് പരിഗണിക്കപ്പെട്ടത്. ഇതാണ് ഗോയലിന്റെ അപ്രതീക്ഷിത തീരുമാനത്തിന് പിന്നിലെന്ന് 24-ന്റെ ഡൽഹി ബ്യൂറോയിൽ നിന്നും R രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നു. കൊൽക്കത്തയിലെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിനു പിന്നാലെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചുവെന്ന കാതലായ ചോദ്യമുന്നയിച്ച പ്രധാനയാൾ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ഇന്ത്യയിലിനി ഒറ്റ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണുള്ളതെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും വിമർശിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ആരോഗ്യസ്ഥിതി ആശങ്കപ്പെടുത്തുന്നതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വിമർശിച്ചു. ഗോയലിന്റെ അപ്രതീക്ഷിത രാജി ഞെട്ടിക്കുന്നതാണെന്ന് മുതിർന്ന അഭിഭാഷകനും മുൻ കോൺഗ്രസ് നേതാവും സ്വതന്ത്ര രാജ്യസഭാ അംഗവുമായ കപിൽ സിബൽ പ്രതികരിച്ചു. കാലാവധി തീരുവാൻ ഇനിയും 3 വർഷം ബാക്കി നിൽക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകുവാനുള്ള അവസരം വേണ്ടെന്ന് വെച്ച് അരുൺ ഗോയൽ എന്തിന് കടുത്ത നീക്കം നടത്തിയെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ രാജീവ് കുമാർ വിരമിക്കും. 2027-ലാണ് ഗോയലിന്റെ കാലാവധി തീരാനിരിക്കുന്നത്. ആ ഒഴിവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകേണ്ടയാളായിരുന്നു ഗോയൽ.